പല കാരണങ്ങൾ കൊണ്ട് ഇന്നും ഒരുപാട് പേർക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന ഒരു ഫിലിമാണ് ദളപതി. മഹാഭാരത റഫറൻസും കർണൻ ദുര്യോധനൻ സൗഹൃദവുമൊക്കെയാണ് ഒരു പ്രത്യേകത. പ്രണയിക്കുന്നവർക്കും പ്രണയം തകർന്നവർക്കും പ്രണയമേ ഇല്ലാത്തവർക്കും എല്ലാം തന്നെ ആസ്വദിക്കാൻ കഴിയുന്ന സംഗീതവും ഹൃദയസ്പർശിയായ രംഗങ്ങളുമാണ് മറ്റൊരു കാരണം. പ്രണയം പൊളിയുമ്പോൾ കർണനെ വിട്ടുപോയ ദ്രൗപദിയെപ്പോലെ, സൂര്യയെ വിട്ടുപോയ സുബ്ബലക്ഷ്മിയെപ്പോലെ എന്നൊക്കെ പറഞ്ഞ് ഈ സീൻ സ്റ്റാറ്റസും റീൽസും ഒക്കെ ആക്കുന്നത് മറ്റൊരു രസം. 14-ാം വയസ്സിൽ അമ്മയായി, മകനെ ഗുഡ്സ് വണ്ടിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അതോർത്ത് 32 വർഷം കരഞ്ഞ സ്ത്രീയുടെ റോൾ ശ്രീവിദ്യ അനശ്വരമാക്കി. തന്നേക്കാൾ 3 വയസ്സ് കുറവുള്ള ശ്രീവിദ്യയെ നോക്കി രജനീകാന്ത് അമ്മ എന്ന് വിളിക്കുമ്പോൾ അങ്ങനെ ഒരു റിയൽ ലൈഫ് ഏജ് പ്രശ്നം കടത്തിവെട്ടുന്ന അമ്മ മകൻ കോമ്പിനേഷൻ സീൻസിൽ രജനീകാന്ത് എന്ന കലാകാരനെ വേണ്ട വിധം തമിഴ് ഇൻഡസ്ട്രി ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നിപ്പോകും. എല്ലാത്തരം പ്രേക്ഷകരുടെയും മനസ്സ് നിറയ്ക്കും വിധം എന്തോ ഒരു മാസ്മരിക ശക്തിയുണ്ട് മണിരത്നമിൻ്റെ മേക്കിങ്ങിലും ഇളയരാജയുടെ മ്യൂസിക്കിനും. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് തമിഴഴകി. അവൾ രജനീകാന്തിനെ സൂര്യ എന്ന പേര് ചൊല്ലി വിളിക്കുന്നതും ഒരു കുട്ടി തെറാപ്പിസ്റ്റിനെ പോലെ അവൻ്റെ സങ്കടങ്ങൾ കേട്ടിരിക്കുന്ന സീൻസുമൊക്കെ ഞാൻ ഇടയ്ക്കിടെ കാണാറുണ്ട്. എനിക്ക് തോന്നാറുണ്ട് എല്ലാവരുടെയും ലൈഫിൽ വിഷമിച്ചിരിക്കുമ്പോൾ ദാ ഇങ്ങനെയൊന്ന് ചോദിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു എങ്കിലെന്ന്.